നമസ്കാരം, കപ്പിത്താനാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഈ വീഡിയോ ഒക്കെ നിർത്തി പരിപാടിയൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കേരളത്തിൽ അതിദാരുണമായിട്ടുള്ള ഈ ഒരു കപ്പൽ മുങ്ങിയ സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ എന്താണ് കപ്പിത്താൻ അവിടെ സംഭവിച്ചത്, അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചത് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ഡിസ്കഷനും പിന്നീട് നമ്മുടെ കേരളത്തിലെ മികച്ച അഭിനേതാക്കളുടെ ചില കമൻസിനുള്ള മറുപടിയും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. വളരെ ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ അതുകൂടെ പറഞ്ഞുതരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. ലൈബീരിയയുടേതാണ്. അതായത് ലൈബീരിയയ്ക്ക് വേണ്ടിയാണ് ഈ കപ്പൽ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈബീരിയയിൽ നിന്ന് ലോ സൾഫർ ഓയിൽ അടക്കമുള്ളവ കൊണ്ടുവരുന്ന ഒരു വലിയ ചരക്ക് കപ്പലാണ്. അത് ഫീഡർ കപ്പൽ എന്നാണ്. ഇത് വളരെ ഡോക്ടറാണല്ലേ, ഡോക്ടർ പറഞ്ഞ കാര്യം വളരെ മണ്ടത്തരമാണ്. ഒന്ന്, കപ്പലുകളിൽ ടാക്സ് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈബീരിയ, പനാമ, മാൾട്ട തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കപ്പൽ രജിസ്റ്റർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ സംഗതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ലൈബീരിയയായിട്ട് രജിസ്റ്റർ ചെയ്തൊന്നുമല്ലാണ്ട് ലൈബീരിയയായിട്ട് യാതൊരു ബന്ധവും ഈ കപ്പലിന് ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ കപ്പൽ കണ്ടെയ്നർഷിപ്പാണ്. അവർ ഈ പറഞ്ഞ ഫ്യൂൽ ഓയിലും സൾഫർ ഓയിലും ഒന്നും അല്ല അരുൺ സാറെ കൊണ്ടുവന്നത്. അപ്പോൾ ഒരു കാര്യം തള്ളുമ്പോൾ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടൊക്കെ വേണം പറയാൻ. ഇനി അടുത്ത ആളെന്താ പറയുന്നത് നമുക്ക് നോക്കാം. പക്ഷെ അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഹള്ളിനുള്ളിലെ പ്രഷർ മൂലം അതിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയും അത് ഈ പറയുന്ന ഇതുമായി കൂടിക്കലരുകയും ചെയ്താൽ, കാൽസ്യം കാർബൈഡുമായി കൂടിക്കലരുകയും ചെയ്താൽ അതിൽ നിന്ന് അസറ്റിലീൻ വാതകം ഉണ്ടാവുകയും ആ അസറ്റിലീൻ വാതകം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കാൽസ്യം കാർബൈഡ് അടങ്ങിയിട്ടുള്ള ഏതൊരു കപ്പലും ഒരു പോർട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കാർഗോ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കും. ആ കപ്പലിൽ ഏതൊക്കെ കണ്ടെയ്നർ ഏതൊക്കെ സ്ഥലത്താണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു കാർഗോ മാനിഫെസ്റ്റിൽ പറയാം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ കപ്പൽ വിഴിഞ്ഞത്ത് പോയപ്പോൾ അവിടുത്തെ പോർട്ട് അതോറിറ്റിയുടെ കയ്യിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഗാർഡ് നൽകിയിട്ടുണ്ടാവും. അപ്പം ഇതിനകത്ത് ഇവരൊക്കെ പറയുന്നത്, ഞാൻ എൻ്റെ മാനിഫെസ്റ്റോ കണ്ടപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ 13 കണ്ടെയ്നേഴ്സിന് കാൽഷ്യം കാർബൈഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ കാൽഷ്യം കാർബൈഡ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും ആ കാർഗോ മാനിഫെസ്റ്റോ നമുക്ക് കാണാൻ പറ്റും. നിലവിൽ അത് കപ്പലിൻ്റെ ഹള്ളിനകത്താണ്. അപ്പം ഹള്ളിനകത്തായതുകൊണ്ട് തന്നെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും കപ്പൽ പൊങ്ങുമ്പോൾ ഈ സാധനവും കടലിനടിയിലേക്ക് പോകും. പിന്നീട് കടലിനടിയിൽ വെച്ചിട്ട് ഈ കണ്ടെയ്നർ ഇനി തുറന്നു എന്ന് വിചാരിക്കാം, വാട്ടർ പ്രഷർ കാരണം ലീസ്റ്റ് പ്രോബിലിറ്റിയിൽ തുറന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ തുറന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം കയറിയിട്ട് പിന്നീട് അവിടെ അസെറ്റ്ലീൻ വാതകം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? വെള്ളത്തിനടിയിൽ എന്താ സംഭവിക്കും? ഒരു മണ്ണാകട്ടെ സംഭവിക്കില്ല. എന്താ കാരണം? ഈ വാതകം പിന്നെ ഈ കണ്ടെയ്നർ വെള്ളത്തിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജലത്തിലൊരു സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. വെള്ളത്തിലടിയിലുള്ള ഒരു സാധനത്തിനകത്തേക്ക് ഇനി അത് കണ്ടെയ്നർ തുറന്നിട്ട് വെള്ളം കയറി തന്നെ വിചാരിക്കുക. അങ്ങനെ അവിടെ ഒരു വാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈക്വലൈസ് ചെയ്യാണല്ലോ ചെയ്യുക. വെള്ളം നമ്മളൊരു പ്രഷറൈസ്ഡ് സാധനത്തേക്ക് ഒന്ന് അങ്ങോട്ട് പോയാൽ ആ വന്ന വഴിയത്തിന് അടുത്ത സാധനം പുറത്തേക്ക് പോകണം, നല്ല അത് ഈക്വലൈസ് ആവുള്ളൂ. അതാണല്ലോ ലോ ഓഫ് ബോയൻസി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഇല്ല എന്ന് മാത്രമല്ല, ഈ വന്ന വാതകം പുറത്തേക്ക് വന്നിട്ട് പ്രശ്നമൊന്നുമില്ല. ഈ അസറ്റിലി എന്ന് പറയുന്ന വാതകം നമ്മളുടെ വെൽഡിങ്ങുകാരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ശ്വസിച്ചാലും ഒരു കുഴപ്പം, പ്രത്യേകിച്ച് ഭയങ്കര ഒരു മരിക്കുന്ന ഒരു വാതകമൊന്നുമല്ല. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്, പേടിപ്പിക്കരുത്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു സാധനം 20 ടണ്ണോളം വെയിറ്റുള്ള ഓരോ കണ്ടെയ്നേഴ്സും ഫ്ലോട്ട് ചെയ്തിട്ട് പുറത്തേക്ക് തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. എന്നിരുന്നാൽ കൂടി അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ആ വഴിക്ക് പോരുതെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും തീരത്തുള്ളവർക്ക് ഈ കണ്ടെയ്നർ കിട്ടുകയാണെങ്കിൽ അത് പോയി തുറക്കാനും നിൽക്കേണ്ട. മറ്റൊരാളുടെ സാധനമാണല്ലോ അത്. അപ്പോൾ അത് നമ്മൾ തുറക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തുറക്കണ്ട, അത്ര തന്നെ. ഇനി അടുത്ത ആളെന്താ പറയുന്നത് നോക്കാം. കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്നത് 643 കണ്ടെയ്നറുകൾ. അതിൽ 71 ശൂന്യമായിരുന്നു. 13 കാൽസ്യം കാർബൈഡ്. കപ്പലിന് തകരാറുണ്ടായിരുന്നു. തകരാർ കൃത്യമായി പരിഹരിച്ചില്ലെന്നും കണ്ടെത്തൽ. 24 ബിഗ് ബ്രേക്കിംഗ്. നമ്മളെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ കേട്ട പോലെ കപ്പലിന് മുൻപേ തകരാറുണ്ടായിരുന്നു. ആ തകരാറും വെച്ചുകൊണ്ടാണ് കപ്പലിലെ ക്യാപ്റ്റൻ ഈ സാധനത്തിനെ കടലിലേക്ക് കൊണ്ടുപോയെന്നാണ്. മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയിട്ട് ഒരാളും ഒരു കപ്പിത്താനും അവരുടെ കപ്പൽ വെള്ളത്തിലേക്ക് ഇറക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾക്ക് ഇങ്ങനൊരു വിവരം കിട്ടിയതിൻ്റെ വിശ്വസനീയമായ കേന്ദ്രം ഏതാണെന്ന് കൂടി
ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു മാധ്യമധർമ്മം താങ്കൾക്കുണ്ടായിരുന്നു. ആ ധർമ്മം എവിടെയെന്ന് പഠിച്ചോന്നറിയാം. എന്തായാലും ഒരു കൺഫേംഡ് ന്യൂസ് വരുന്നതിന് മുമ്പ് ഇതുപോലത്തെ നിങ്ങളുടെ അസംഷൻസ് തള്ളിവിടുന്നത് ശരിയായ മാധ്യമധർമ്മമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മഹാൻ്റെ വിശകലനമാണ്. ആരും ചിരിക്കരുത് കേട്ടോ. അത് മാത്രമാണ് കപ്പലിൽ കയറുന്ന വെള്ളം പമ്പിന്റെ കുഴപ്പം വല്ലതുമാണെങ്കിൽ അതടക്കം പരിശോധിക്കും. 3 സാധ്യതകളാണ്. ഒന്ന് കാറ്റ് കൊണ്ട് മറിഞ്ഞതാവാം, അല്ലെങ്കിൽ കപ്പലിന്റെ അടിഭാഗത്തൂടി വെള്ളം കയറിയതാവാം, അതല്ലെങ്കിൽ കപ്പലിലെ വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കിടക്കുന്ന പടുകൂറ്റൻ പമ്പ് സെറ്റുകളുടെ അവ പ്രവർത്തിക്കാത്തതാവാം. ആദ്യത്തേത് അദ്ദേഹം പറയുന്ന 2 കാരണം. കപ്പൽ കാറ്റ് കൊണ്ട് മറിഞ്ഞതാവും. കാറ്റ് കൊണ്ട് മറിയാൻ പോയത് പിന്നെ എൻ്റെ കുട്ടി സായിഷ് ഉണ്ടാക്കിയ പോലത്തെ തോണിയല്ല, പേപ്പർ വഞ്ചിയല്ല പ്രിയപ്പെട്ട മറുനാടൻ. അത് ഒരു വലിയ കപ്പലാണ്, 600ഓളം കണ്ടെയ്നർ പോകുന്ന വലിയ കപ്പലാണ്. അപ്പോൾ അത് കാറ്റ് കൊണ്ടൊന്നും അങ്ങനെ മറിയൂല. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ സൂയസ് കനാലിൽ കപ്പൽ തിരിഞ്ഞല്ലോ എന്ന്. യെസ്, കപ്പൽ തിരിഞ്ഞേക്കാം, ആടിയേക്കാം, ഉലഞ്ഞേക്കാം. പക്ഷേ കാറ്റ് കൊണ്ട് ഇന്നേ ചരിത്രത്തിൽ ഒരു കപ്പലും മറിഞ്ഞ ചരിത്രമില്ല. ഇനി അങ്ങനെ മറിയണമെങ്കിൽ നമുക്കൊരു ട്രോപ്പിക്കൽ സ്റ്റോമൊക്കെ വന്ന് കപ്പലെടുത്തിട്ട് എറിഞ്ഞിട്ട് പിന്നെ മറിക്കുന്ന അത്രയും ഭീകരമായ കാറ്റായിരിക്കണം. അങ്ങനത്തെ ഒരു കാറ്റ് ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് കപ്പലിൻ്റെ അടിയിൽ തുള ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹോൾ സംഭവിച്ചുകൊണ്ടതായിരിക്കും. ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാവാവുന്ന ഒരു സാധ്യതയാണ്. അടുത്തത് പുള്ളി പറയുന്നത് കപ്പലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത പമ്പിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്നാണ്. കപ്പലിൽ ഞാൻ ഇന്ന് വരെ എനിക്കറിയില്ല, ഞങ്ങൾ കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരാളും കപ്പൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ കൂളിംഗ് വാട്ടേഴ്സൊക്കെ ഉണ്ട് കപ്പലിൽ, എഞ്ചിനായാലും ജനറേറ്റേഴ്സിനായാലും കൂളിംഗ് വാട്ടർ കൊടുക്കുന്ന ഒരുപാട് പമ്പുണ്ട്, സ്ക്രബ്ബർ യൂണിറ്റിൻ്റെ പമ്പുകളുണ്ട്. അതല്ലാണ്ട് കപ്പലിൽ മറിയുന്നതിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു പമ്പ് ഞാൻ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. കപ്പൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പലിപ്പോൾ പോകുമ്പോൾ ഒരു ഹോള് വീണിട്ട് കപ്പലിൽ തുളയെന്ന് വിചാരിക്കുക, എന്നിട്ട് നമ്മുടെ ടാങ്കിൽ വെള്ളം കയറി എന്നിരിക്കുക, അത് പമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബലാസ് പമ്പൊക്കെ ഉപയോഗിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നല്ലാണ്ട് കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പമ്പ് ഔട്ട് ചെയ്യാനുള്ളൊരു പമ്പും എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി പുതിയതായിട്ട് മറുനാടൻ കണ്ടുപിടിച്ച വല്ല പമ്പും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കണ്ടിന്യൂസ് 24 hours റൺ ചെയ്യുന്ന പമ്പുകളുള്ള കപ്പലുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ഒന്നും പറയാനില്ല. ഇനി അടുത്ത പുള്ളിയുടെ അടുത്ത കണ്ടുപിടുത്തങ്ങൾ പറയാം. കാരണം തിരക്കേറിയ ഒരു അന്താരാഷ്ട്ര കപ്പൽ പാതയിലാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് മറ്റ് ചരക്ക് കപ്പലുകളുടെ സുരക്ഷയെ ഇത് ബാധിക്കും. കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളിൽ ഇത് തട്ടിയാൽ വലിയ അപകടമുണ്ടാവാനും ആ കപ്പലുകൾ മറിയാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ വഴിയുള്ള കപ്പൽ ഗതാഗതം നിർത്തിവയ്ക്കാം. ആ യാത്രക്കിടയിൽ കപ്പലുകൾ വഴിതിരിച്ചു വിടുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഈ അപകടം ക്ലോസ് ചെയ്യുന്നത് വരെ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര പാതയിലുള്ള കപ്പലുകൾക്ക് അവിടെ നിർത്തിയിടേണ്ടി വരും. കാരണം ഏറ്റവും അധികം ചരക്ക് കപ്പലുകൾ യാത്ര ചെയ്യുന്ന ഇടമാണ് സൂയസ് കനാൽ. അത്തരത്തിലൊരു വാണിജ്യ ദുരന്തവുമായി ഇത് മാറാം. നിരവധി കപ്പലുകൾക്ക് അവിടെ നിർത്തിയിടേണ്ടി വരും. ഈ കപ്പലുകളുടെ സമയനഷ്ടം അത് വലിയ തോതിൽ വാണിജ്യത്തെ ബാധിക്കും. ഇത്തരം പിന്നെ വാണിജ്യം നിലക്കും. അറബിക്കടലിനെ സൂയസ് കനാലായിട്ടൊക്കെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഇയാളെ പറയാ, ഒന്നും പറയാനില്ല. പിന്നെ ഇയാളുടെ വിശകലനങ്ങൾക്കൊക്കെ നാട്ടിൽ അത്രയും വില കൊടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് മൂലം അതുവഴിയുള്ള ഗതാഗതത്തിനൊന്നും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ആകെ പ്രശ്നം വരാൻ പോകുന്നത് ഈ കപ്പൽ ഇപ്പോൾ താഴത്തേക്ക് പോയല്ലോ. അപ്പോൾ ഈ കപ്പലിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ഓയിലുണ്ട്. ആ കപ്പലിന് ഓടാനുള്ള ഓയിലുണ്ട്. ഫ്യൂൽ ഓയിൽ ഉണ്ടാവാം, ഹെവി ഫ്യൂൽ ഓയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ ഉണ്ടാവാൻ, ഹെവി ഫ്യൂൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുപോലെ MGO മറിയം ഗ്യാസ് ഓയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കപ്പലുകളുടെയൊക്കെ ഒരു ഘടന, എല്ലാ കപ്പലുകളുടെയും നമ്മൾ ഫ്യൂവൽ സൂക്ഷിക്കുന്നത് ഓരോ ടാങ്കുകളിലാണ്. അപ്പോൾ ഈ ടാങ്കിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുള്ള മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വെൻറ്റുകളുണ്ടാവും. ഈ കപ്പൽ സ്വാഭാവികമായിട്ടും താഴുന്ന സമയത്ത് ആ വെൻറ്റിലൂടെ വെള്ളം അകത്തേക്ക് ചെന്ന് അതിനകത്ത് കൂടെ ഈ ഫ്യൂവൽ ലീക്കാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഫ്യൂവൽ ലീക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ക്ലീനപ്പ് ഓപ്പറേഷൻ സ്റ്റാർട്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സമയത്ത് അതിലൂടെ കപ്പൽ ഗതാഗതം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നിരുന്നാൽ കൂടി ഇത്രയും വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ, ഇത്രയും വലിയ ഒരു കടലായതുകൊണ്ട് തന്നെ നമ്മളുടെ നിലവിലൊരു വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ എത്രത്തോളം ഓയിൽ ആ കപ്പലുണ്ടെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. ഈ ഓയിൽ എല്ലാം കൂടെ പുറത്തേക്ക് വരികയാണെങ്കിൽ അതൊരു നാഷണൽ ഡിസാസ്റ്റർ ആവും.
നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു അപകടമാകും. ക്ലീനപ്പ് ഓപ്പറേഷൻസ് തുടങ്ങേണ്ടതുണ്ടാവും. നമ്മുടെ മത്സ്യസമ്പത്തിനെ അത് ബാധിക്കും. നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാരുടെ മീൻ പിടിക്കാനുള്ള കാര്യങ്ങളെ ബാധിക്കും. അപ്പോൾ എന്തായിരിക്കും ഇത്രയൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ ഇത്രയും വലിയ കഥ പറഞ്ഞ സ്ഥിതിക്ക് ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ആ കപ്പലിലെ ക്യാപ്റ്റന് മാത്രമേ അറിയുള്ളൂ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. കാരണം അത് അദ്ദേഹത്തിൻ്റെ കപ്പലാണ്, അദ്ദേഹമാണ് ആ കപ്പലിനെ വെളിഞ്ഞത്തു നിന്ന് പുറത്തേക്ക് എടുത്ത ആൾ. മാത്രമല്ല അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ സോഷ്യൽ മീഡിയ പോളിസി പ്രകാരം ഒരു കാര്യം ഒരാളോടും പറയരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്നുള്ളത് അയാൾ ആരോടും പറയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മുടെ കപ്പലിൽ ഇനി അവിടെ എന്തൊക്കെ ഡിസാസ്റ്റർ ഉണ്ടായോ അതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി എത്രത്തോളമാണ്, എത്രത്തോളം പൈസ ആ കമ്പനി ഇറക്കണം എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ക്യാപ്റ്റൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനും ബേസിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള അദ്ദേഹം പുറത്ത് പറയാനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ്. എന്നാലും ഒരു കപ്പൽ ഇത്രയും കാലം ഓടിച്ച തഴമ്പ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അനുമാനിക്കാൻ പറ്റും. ഒന്നാമത്തേതായിട്ടുള്ളത് നേരത്തെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പല വീഡിയോയിലും പറഞ്ഞതുപോലെ കപ്പൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് പോകുന്നതിന് മുമ്പേ നമ്മുടെ ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്തമാണ് ചീഫ് ഓഫീസർ അവിടെ കപ്പലിൽ വന്ന എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് ഉണ്ടാക്കി അത് ലോഡിക്കേറ്റർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് കപ്പൽ പോസിറ്റീവ് GMലാണോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി പോസിറ്റീവ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഓരോ ടൈപ്പ് ഓഫ് കപ്പലിലും എത്ര GM എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കപ്പലിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയുടെ അളവ് എന്ന് നമുക്ക് ലേമാൻ സാധാരണക്കാരുടെ വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഓരോ കപ്പലുകളും ടൈപ്പ് അനുസരിച്ചിട്ട് എത്ര അതിൻ്റെ വാല്യൂ വേണമെന്നൊക്കെ റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ അതുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കപ്പൽ പുറത്തേക്ക് പോകുള്ളൂ. ഒരു പക്ഷേ കപ്പലിൽ വന്ന കണ്ടെയ്നറുകളുടെയൊക്കെ വെയിറ്റ് എത്രയാണെന്നുള്ളത് ആ കപ്പലിലേക്ക് ആ കണ്ടെയ്നർ കൊടുക്കുന്ന ആളുകൾ കൊടുക്കുന്ന വിവരം മാത്രമേ ഷിപ്പിനുണ്ടാവുള്ളൂ. കപ്പലിൽ ഓരോ കണ്ടെയ്നർ തൂക്കിയിട്ടല്ല വെക്കുക, അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വെയിറ്റാണ് ഇവർ ഉപയോഗിക്കുക. അപ്പം വെയിറ്റ് അവർ കൊടുത്തതിൽ തെറ്റ് സംഭവിച്ചിട്ട് സ്വാഭാവികമായിട്ടും കാൽക്കുലേഷനിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കപ്പൽ അവിടെ നിന്നും ഒരു ന്യൂട്രൽ സ്റ്റെബിലിറ്റിയിലോ അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റെബിലിറ്റിയിലോ ആയിരിക്കും കപ്പൽ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടാവുക. ഈ ന്യൂട്രൽ സ്റ്റെബിലിറ്റിയുടെയും നെഗറ്റീവ് സ്റ്റെബിലിറ്റിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കപ്പലിങ്ങനെ ആടുന്നു ഒലയുന്നു തിരിച്ച് അതേപോലെ ആടുന്നു കൊടുന്നു മുങ്ങാറില്ല അല്ലേ? പല യൂട്യൂബുകളിലും കപ്പലിങ്ങനെ ബുറും ആടുന്നുണ്ടാവും, പക്ഷേ പിന്നെയും സ്റ്റേബിളാവും. അപ്പോൾ ഇതിന് നമ്മൾ റൈറ്റിംഗ് ലിവർ എന്ന് പറയും, ജിസെഡ് എന്ന് പറയും. അപ്പോൾ ഈ റൈറ്റിംഗ് ലിവർ ഉണ്ടെങ്കിലുള്ളൂ എന്ത് ചെയ്യുക, ഈ ആടിയ കപ്പലിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ റൈറ്റിംഗ് ലിവർ എന്ന് പറയാം. അപ്പോൾ ഈ സംഗതി GM 0 അല്ലെങ്കിൽ താഴെയാവുന്ന സ്ഥിതിക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ പോയ സാധനം തിരിച്ചു വരില്ല, അവിടെ തന്നെ പോയി നിൽക്കും. 0 ആണ് GM എങ്കിൽ ആ ചെന്ന സ്ഥലത്തിന് നിൽക്കും. അതാണ് നമ്മൾ ഇപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ് കാണുമ്പോൾ 26 ഡിഗ്രിയിൽ ഇനീഷ്യലി അങ്ങനെ നിന്നുണ്ടായിരുന്നു. അതിന് ആംഗിൾ ഓഫ് ലോൽ എന്നാണ് പറയാം. ഈ ആംഗിൾ ഓഫ് ലോലിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് ഷിഫ്റ്റ് ആവുന്നതുകൊണ്ടോ ഈ GM നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ കപ്പൽ ക്യാപ്സൈസിങ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ട് സാധനം താഴ്ന്നു പോകും. നിലവിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ കണ്ടിട്ട് ഇതാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. രണ്ടാമത്തെ ഒരു കേസ് കപ്പലിന് പഴയ കപ്പലാണെന്ന് പറയുന്നുണ്ട് അല്ലേ? പഴയ കപ്പലുകളിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചറിൽ ഉണ്ടായിട്ടുള്ള ഡിപ്രീസിയേഷൻ കാരണം ഒരു പക്ഷേ ഹള്ളിൽ എവിടെയെങ്കിലും ഒരു ഔട്ടർ സ്ട്രക്ചറിൽ എവിടെയെങ്കിലും ഒരു തുള വീണിട്ടുണ്ടെങ്കിൽ ഒരു ഹോള് വീണിട്ടുണ്ടെങ്കിൽ അതുമൂലം വെള്ളം അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സ്റ്റെബിലിറ്റി പ്രശ്നങ്ങൾ വന്നിട്ട് ഒരു മൈനസ് അല്ലെങ്കിൽ 0 GMലേക്ക് വന്നിട്ട് പിന്നീട് കപ്പൽ അങ്ങനെ ചെരിഞ്ഞ് പിന്നീട് ഇപ്പോൾ മുങ്ങിയ പോലെ മുങ്ങിയതാവാം. ഈ 2 കാരണങ്ങളാണ് നിലവിൽ ആ ഒരു പിക്ചർ കണ്ടിട്ട് ഏതൊരു ആളെ പോലെ എനിക്കും ഒരു കപ്പലിൽ പണിക്കുന്ന ആൾക്കാരെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഇത് മാത്രമാണ്. ഇതിൽ കൂടുതലായിട്ട് ഇനി എന്ത് സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ക്യാപ്റ്റൻ്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതിന് കൂടുതൽ വിശദമായിട്ട് നമ്മുടെ ജോസ്മോൻ അദ്ദേഹത്തിൻ്റെ ചാനലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു സീരീസ് ഓഫ് കപ്പലുകളിലാണ് സെയിൽ ചെയ്തത്. അപ്പോൾ അതിന് കുറച്ചുകൂടി ആധികാരികമായിട്ട് പുള്ളിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ കാണാൻ ശ്രമിക്കാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ആസ് യൂഷ്വൽ ഗുഡ് ബൈ, ടേക്ക് കെയർ.